സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ബ്രഹ്മാനന്ദരസാനുഭൂതികലിതൈ പൗതൈ സുശീതൈ സിതൈ യുഷ്മദ്വാക്ഖലശോജ്ജിതൈ ശ്രുതിസുഖൈ വാക്യാമൃതൈ സേചയ സന്തപ്തം ഭവതാവദാവദഹനജ്വാലാഭിരേനം പ്രഭോ. ധന്യാസ്തേ ഭവതീക്ഷണക്ഷണഗതേ പാത്രീകൃതാ സ്വീകൃതാ. ഹരി ഓം. പത്താമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം ഇവിടെ ഭംഗിയായി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധാലുക്കളായിട്ടുള്ള ശ്രോതാക്കൾ ധാരാളമായി എത്തിച്ചേരുന്നു. ഇപ്രാവശ്യം ഇംഗ്ലീഷിലും കൂടി പ്രഭാഷണം സജ്ജീകരിച്ചത് കൂടുതൽ പേർക്ക് സൗകര്യമായി. ഈ വേദിയിൽ ഇപ്പോൾ ഭാഗവത ദൃഷ്ടിയിൽ ബദ്ധനും മുക്തനും എന്ന വിഷയത്തെ അധികരിച്ചാണ് സംസാരിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. പ്രകരണം അനുസരിച്ച് ഉദ്ധവനും ഭഗവാനും തമ്മിലുള്ള സംവാദമാണ് പ്രമേയം. ഉദ്ധവര് ഭഗവാൻ സ്വധാമം പോകാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞു. കൂടെ തന്നെയും കൂടി കൊണ്ടുപോകണം എന്ന പ്രേമാവേശത്തോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചു. പക്ഷേ ഭഗവാന് നിവൃത്തിയില്ല. മാത്രവുമല്ല, ആര് എവിടെ ആരെ കൊണ്ടുപോകുന്നു ഇതൊക്കെ പ്രസക്തിയുള്ള വിഷയമാണ്. ആരും എവിടേക്കും പോകണമെന്നില്ല. ഭഗവാൻ പറഞ്ഞു, അറിവായി ഇരിക്കുക. അതിനാകട്ടെ അനാസക്തനാവേണ്ടതുണ്ട്. അനാസക്തിയെ സംബന്ധിച്ച് അതെങ്ങനെ സാധിക്കും എന്ന് ചോദ്യം വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, മനുഷ്യൻ പ്രത്യേക തരത്തിൽ അനുഗ്രഹീതനാണ്. ഈ അനുഗ്രഹത്തെ ഭംഗിയായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. മനുഷ്യൻ എങ്ങനെയാണ് മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത്, അനുഗ്രഹീതനായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബുദ്ധി സവിശേഷത കൊണ്ടാണ്. പ്രായേണ മനുജോലോക്കെ, പ്രായേണ അവന് തത്വവിചാര സാമർഥ്യം ഉണ്ട്. ഇപ്രകാരം തത്വത്തെ വിചാരം ചെയ്താൽ
അതുകൊണ്ട് തന്നെ മുക്തിയുടെ ശ്രീകോവിലേക്ക് നടന്നു ചെല്ലാൻ സാധിക്കും എന്ന് ഒരു അവധൂതനെ ഉദ്ധരിച്ചുകൊണ്ട് ഭഗവാൻ വ്യക്തമാക്കുകയുണ്ടായി. 24 ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായ അവധൂതന്റെ കഥ. തുടർന്ന് ഒരു ഗുരു സവിധത്തിൽ ചെന്ന് തത്വബോധം നേടുന്നതിൻ്റെ പ്രകാരത്തെ ഭഗവാൻ വർണ്ണിക്കുകയുണ്ടായി. ഈ സമയത്താണ് ഉദ്ധവര് ബദ്ധനെയും മുക്തനെയും സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിച്ചത്. അതിന് ഭഗവാൻ നൽകിയ മറുപടിയുടെ പശ്ചാത്തലത്തിൽ ഏതാനും ചില വസ്തുതകൾ നമുക്ക് ഈ പ്രഭാഷണ സമയത്ത് ആസ്വദിക്കാം. തൊട്ടുമുൻപ് ഡോക്ടർ രാമകൃഷ്ണൻജി സംസാരിക്കുകയുണ്ടായി. പല ഉദ്ധരണികളെ കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ശ്രദ്ധേയമായിരുന്നു. രഘുഗണൻ ഭഗവാൻ ഭരതനിൽ നിന്നും തത്വബോധം ചോദിച്ചറിഞ്ഞ പ്രകാരം അദ്ദേഹം വളരെ മനോഹരമായി നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു തരികയുണ്ടായി. ആ ഒരു പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി നമുക്ക് ഈ ഒരു തരംതിരിവ്, ആരാണ് ബന്ധനസ്ഥൻ, ആരാണ് മുക്തൻ എന്ന ഒരു ചർച്ച ആസ്വദിക്കാം. ഉദ്ധവര് ചോദിക്കുന്നു, ഗുണേഷു വർത്തമാനോപി ദേഹജേഷു അനപാവൃതാ ഗുണേർണ ബധ്യതേ ദേഹി ബധ്യദേവാ കഥം വിഭോ കഥം വർത്തേത വിഹരേത് കൈർവാ ജ്ഞായത്തെ ലക്ഷണൈഹി കിം ഭുഞ്ജീതോധ വിസൃജേത് ശയീതാസീത യാതി വാ. ബന്ധനസ്ഥനായ ഒരുവൻ മുക്തനാകുന്നു. അതിന് കാരണം തത്വബോധമാണ്. ഇന്നലെ വരെ ബന്ധനസ്ഥനായ ഒരാൾ പിന്നീട് മുക്തനായാൽ ഏത് ലക്ഷണങ്ങളെ കൊണ്ട് തിരിച്ചറിയും? അദ്ദേഹം ഭക്ഷണം കഴിക്കുമോ, വ്യവഹരിക്കുമോ, കിടക്കുകയാണോ ചെയ്യുക, ഇരിക്കുകയാണോ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ ഉദ്ധവര് മുന്നിൽ വയ്ക്കുന്നു. ഏതച്യുത മേ ബ്രൂഹി. ഈ വിഷയത്തെ പുരസ്കരിച്ച് എനിക്ക് പറഞ്ഞു തരണം. പ്രശ്നം പ്രശ്നവിദാം വര നിത്യമുക്തോ നിത്യബദ്ധ ഏക ഏവേതി മേ ഭ്രമഃ. ഈ വിഷയത്തിൽ ആഴത്തിലൊരു സംശയം കൂടി ഉണ്ട്. എന്താ സംശയം? വാസ്തവത്തിൽ ആരാണ് മുക്തനാവുന്നത്? നമ്മെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആഴത്തിൽ ആലോചിക്കുന്ന സമയത്ത് സ്ഥൂല തലത്തിൽ പ്രകടമായി ഒരു വ്യക്തിത്വത്തെ നമ്മൾ പരിഗണിക്കുന്നത് ശരീരത്തെ പരിഗണിച്ചുകൊണ്ടാണ്. ശരീര സംബന്ധിയായ കുറച്ച് ഘടകങ്ങൾ സ്ഥൂല തലത്തിലുണ്ട്. അതിന് സൂക്ഷ്മ തലത്തിലേക്കും വ്യാപ്തിയുണ്ട്. കാരണം ശരീരമൊക്കെ ആവുമ്പോൾ വളരെ സൂക്ഷ്മമാണ്. ഇതിനപ്പുറത്തൊരു വിവേചനത്തിൽ നമുക്ക് പരമ ചൈതന്യത്തിൻ്റെ സാന്നിധ്യവും പരിഗണിക്കാം. ചൈതന്യത്തിന് ഒരിക്കലും ബന്ധനം ഉണ്ടാവില്ല. ശരീരത്തിനുണ്ടാകുന്ന ഒരു ബന്ധനം വിഷയമാകേണ്ടതും ഇല്ല. ഇനി ബന്ധനം സംഭവിക്കുന്നു, അത് നമ്മുടെ അനുഭവമാണ്. അങ്ങനെ ഒരാൾ മുക്തനായി കഴിഞ്ഞാൽ പിന്നെയും ബന്ധനം ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഇത്തരം ആഴത്തിലുള്ള ചോദ്യങ്ങളും കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഭഗവാൻ മറുപടി പറയണു,
ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണതോ മേ ന വസ്തുതഃ ഗുണസ്യ മായാമൂലത്വാത് നമേ മോക്ഷോ ന ബന്ധനം. ബന്ധമുക്തികളെ കുറിച്ച് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട പാഠം ഇത് മായ കൊണ്ടുണ്ടാവുന്നതാണ്. ഗുണങ്ങളാണ് ബന്ധമുക്തികൾക്ക് കാരണം. ഗുണം എന്ന് പറഞ്ഞാൽ ത്രിഗുണം. ഏതൊക്കെയാണ്? സത്വം, രജസ്, തമസ്. ഇതിൽ സത്വപ്രവൃദ്ധി സംഭവിക്കുമ്പോൾ ബന്ധനാവസ്ഥ അത്ര അശാന്തികരം ആവില്ല. സത്വഗുണം കുറഞ്ഞു വരികയും രജസിന്റെയും തമസിന്റെയും ആധിക്യമുണ്ടാവുകയും ചെയ്യുമ്പോൾ ജീവിതം വളരെ വളരെ സങ്കീർണമാവും. സത്വഗുണപ്രവൃദ്ധിയെയും ഗംഭീരമെന്ന് പറയവയ്യ. ബന്ധനം തന്നെ താരിൽ. അത് ഇരുമ്പ് ചങ്ങല കൊണ്ടായാലും ശരി, വെള്ളിച്ചങ്ങല കൊണ്ടായാലും ശരി, ഈവൺ സ്വർണച്ചങ്ങല കൊണ്ടായാലും ശരി, ബന്ധനം തന്നെയല്ലേ എന്ന് ചോദ്യം. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ നിസ്ത്രൈഗുണ്യോ ഭവ അർജുന എന്ന് ആഹ്വാനം ചെയ്യുന്നത്. സത്വഗുണ വൃദ്ധിയുള്ളവനായാലും പോരാ, നീ നിസ്ത്രൈഗുണ്യനായി വർത്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സാക്ഷാത്കാരത്തെ സാധിക്കേണ്ടതുണ്ട്. ആട്ടെ, ത്രിഗുണങ്ങൾ കാരണമാണ് ബന്ധനം ഉണ്ടാവുന്നത്. ത്രിഗുണങ്ങൾക്ക് കാരണമാകട്ടെ മായയാകുന്നു. വാസ്തവത്തിൽ എൻ്റെ സ്വരൂപത്തിൽ ബന്ധനാവസ്ഥയുമില്ല, മോചിതാവസ്ഥയും ഇല്ല. ഈ ഒരു പാഠം സാധകർ വീണ്ടും വീണ്ടും വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇതേ ചർച്ച ഭാഗവതത്തിൽ പല പ്രകാരത്തിൽ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പൊ രഘുഗണ സംവാദത്തിലായാലും ശരി, ചില ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബന്ധനാവസ്ഥ അനുഭവപ്പെടുന്നു, മോചനത്തിനു വേണ്ടി നമ്മൾ ഉത്സാഹിക്കുന്നു എന്നത് വാസ്തവമാണ്. പക്ഷേ സാക്ഷാത്കരിക്കേണ്ടത് ബന്ധമോക്ഷങ്ങളില്ലാത്ത അവസ്ഥയാകുന്നു. അതിനെ സംബന്ധിക്കുന്ന ഒരു ക്ലാരിറ്റി, ഒരു സുവ്യക്തമായ കാഴ്ച, അത് ഉറപ്പാക്കണം. കാരണം മോചനം നേടുന്ന ഒരവസ്ഥയാണെങ്കിൽ വീണ്ടും ബന്ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഭഗവാൻ രമണ മഹർഷി ഉപദേശസാരത്തിൽ ബന്ധമുക്തി അതീതം പദം വിന്ദതേ, ബന്ധത്തിനും മുക്തിക്കും അതീതമായ പദത്തെ പ്രാപിക്കുന്നു എന്ന് ഉപദേശിച്ചിട്ടുണ്ട്. അതായത് തത്വസാക്ഷാത്കാരം നേടുന്ന ഒരു സാധകൻ തത്വസാക്ഷാത്കാരം നേടുന്നതോടെ സിദ്ധ പുരുഷനാവും. ആ സിദ്ധ പുരുഷൻ നേടിയെടുത്തത് മോചനാവസ്ഥയല്ല, പിന്നെയോ താൻ ഒരിക്കലും ബന്ധനസ്ഥനായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ്. ഇത് ഒരു സാധകൻ ഓർമ്മിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം എന്താണ് തന്നെ ബന്ധിക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ചില ഉത്തരങ്ങളൊക്കെ നമുക്ക് വിളിച്ചു പറയാൻ പറ്റും. എന്താണ് നമ്മെ ബന്ധിപ്പിക്കുന്നത്? ശരീര, ഇന്ദ്രിയ, മനോബുദ്ധികൾ നമുക്ക് പരിമിതിയെ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്ന വിസ്തൃതമായി കിടക്കുന്ന പ്രപഞ്ചം നമുക്ക് പരിമിതികളെയും ദ്രോഹത്തെയും സൃഷ്ടിക്കുന്നുണ്ട്. ഇതാണ്
ഒരു സാധകൻ മുക്തി നേടാൻ വേണ്ടി ഉത്സാഹിക്കുമ്പോൾ ആദ്യപടി എന്നുള്ള നിലയിൽ സാമാന്യമായി തീരുമാനിക്കുന്നത്. അടുത്ത പടി എന്താണ്? ഈ ശരീര ഇന്ദ്രിയ മനോബുദ്ധികൾ നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന അലോസരങ്ങളെയും അസ്വസ്ഥതകളെയും ദ്രോഹങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ അതിജീവിക്കണം. ചുറ്റുപാടുമുള്ള പ്രപഞ്ചം നമുക്ക് സമ്മാനിക്കുന്ന പരിമിതികളെയും ജയിക്കണം. ഇങ്ങനെയാണ് മുക്തിയുടെ പാതയിൽ ഒരാൾ ഉത്സാഹിക്കുക. പക്ഷേ ആചാര്യന്മാർ ആവർത്തിച്ചു പറയുന്നത്, ഇങ്ങനെ ഒരു മോചനം ലക്ഷ്യമാക്കി ഉത്സാഹിക്കുന്ന ഒരുവൻ ഒരിടത്തേക്കും ഓടിപ്പോകേണ്ട കാര്യം ഇല്ല. ഭഗവത്ഗീത പശ്ചാത്തലത്തിൽ നമുക്കിത് ഓർമ്മിച്ചുറപ്പിക്കാം. അർജുനൻ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് വ്യാകുലപ്പെട്ടു. അതിന് ന്യായീകരണം എന്നുള്ള നിലയിൽ യുദ്ധം സമ്മാനിക്കാൻ സാധ്യതയുള്ള സങ്കടങ്ങളൊക്കെ സാമാജിക തലത്തിൽ പോലും രാഷ്ട്ര തലത്തിലൊക്കെ വ്യക്തമാക്കി. അതുകൊണ്ട് രക്ഷോപായം എന്താണ്? ഈ യുദ്ധ സന്ദർഭമൊക്കെ ഉപേക്ഷിച്ച് യുദ്ധപരിസരത്തിൽ നിന്നും ഓടിപ്പോയി ധ്യാനവും ജപവും ഒക്കെ ആയിട്ടിരിക്കുക, തത്വാനുസന്ധാനം മാത്രം ലക്ഷ്യമാക്കുക. ഇപ്രകാരം അർജുനൻ യുദ്ധത്തിന് എതിരായി ഒരു തത്വചിന്ത വ്യക്തമാക്കിയപ്പോൾ ഭഗവാൻ അതിനെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. പറയണു, അർജുന, നീ താത്വികനെ പോലെ സംസാരിക്കുന്നു, പക്ഷെ നിന്റെ പെരുമാറ്റം അതിന് യോജിച്ചതാകുന്നില്ല. ഒന്നും ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചുള്ള ന്യായവാദം ഭഗവാൻ അംഗീകരിക്കാൻ പറ്റുന്നില്ല. തുടർന്ന് ഭഗവാൻ നൽകിയിട്ടുള്ള പ്രായോഗിക നിർദ്ദേശം, അതിന്റെ രത്ന ചുരുക്കം എന്താണ്? നീ എവിടേക്കും ഓടിപ്പോകേണ്ട. ബി ദേർ വേർ യു ആർ. ഇപ്പോൾ നീ എവിടെയാണോ അവിടെ തന്നെ നിൽക്കൂ എന്നാണ് ഉപദേശിച്ചത്. ഇത് നമുക്കൊക്കെ അനുസന്ധാനം ചെയ്യാനുള്ള വിഷയമാണ്. നാം എവിടെയാണോ അവിടെ നിൽക്കണം. എവിടെയാണോ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനെയും വാസ്തവത്തിൽ ഭയപ്പെട്ട് ഒഴിയേണ്ടതായിട്ടില്ല. ഒരാൾ ഭയപ്പെട്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ ഓടിപ്പോകുന്നെങ്കിൽ അത് ഭയത്തിൽ നിന്ന് ജയിക്കുന്നതിന് അദ്ദേഹത്തിനെ സഹായിക്കില്ല. കാരണം ഒരു പരിസരവും ഒരാൾക്കും പ്രശ്നമുണ്ടാക്കുന്നില്ല. കൂടുതൽ ആഴത്തിൽ ആലോചിച്ചാൽ പരിസരങ്ങൾ തന്നെ മായികമാണ്, വെറും കൽപ്പനയാണ്. പക്ഷേ ഒരു സംസാരിയെ സംബന്ധിച്ചിടത്തോളം താൻ ബന്ധനസ്ഥനാണെന്ന് തിരിച്ചറിഞ്ഞ സാധകനെ സംബന്ധിച്ചിടത്തോളം പരിസരങ്ങൾ മായികമാണെന്ന് എഴുതി തള്ളാൻ പറ്റില്ല. അതിൻ്റെ നിരന്തരമായ വേട്ടയാടലുകളെ അങ്ങനെ അങ്ങോട്ട് നിഷേധിക്കാൻ പറ്റില്ല. ഈ ഒരു ചോദ്യത്തിന് ഭഗവാൻ മറുപടി പറഞ്ഞത്, ഹേ അർജുന, നിനക്ക് എന്നോട് പ്രേമമുണ്ടാവട്ടെ അഥവാ ഭക്തി ഉണ്ടാവട്ടെ. എന്നിട്ടോ ഈ പ്രപഞ്ചം മുഴുവൻ എന്റെ വിഭൂതിയായി വിസ്ഫൂർത്തിയായി തിരിച്ചറിയുക, ലീലയായി പരിഗണിക്കുക.
ഭഗവാനോടുള്ള പ്രേമത്തെ എങ്ങനെ പ്രകാശിപ്പിക്കണം എന്ന ചോദ്യത്തിന് നിനക്ക് ലഭിച്ചിട്ടുള്ള കർമ്മശേഷി അനുസരിച്ച്, സർഗശേഷി അനുസരിച്ച് നീ എന്നെ ആരാധിക്കൂ. എങ്ങനെ ആരാധിക്കും? കർമ്മശേഷിയെ, സർഗശേഷിയെ അതാത് കർമ്മമണ്ഡലത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട്. അപ്പൊ ഓടിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവണില്ല. എന്തുകൊണ്ട് ആചാര്യന്മാർ ഈ നിർദ്ദേശത്തെ തരുന്നു? അത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ സാധനാ പാതയിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഓടിപ്പോവരുത് എന്ന് പറയുന്നത്? ലോകം ബന്ധനത്തെ സൃഷ്ടിക്കുന്നു, അതുകൊണ്ട് അതിൽ നിന്ന് ഓടിപ്പോവണം. എല്ലാ ബാഹ്യബന്ധങ്ങളെയും ഉപേക്ഷിക്കണം, ശരീരാദികളെ അവഗണിക്കണം, അവയുടെ താല്പര്യങ്ങളെ പരിഗണിച്ച് ശീലിക്കരുത് എന്നൊക്കെ തീരുമാനിക്കുന്നത് മിഥ്യാധാരണയാണ്. അവിടെ ഇല്ലാത്ത ലോകത്തിന് നാം അസ്തിത്വം നൽകുന്നു എന്ന അപകടം വരും. അങ്ങനെ ആവുമ്പോൾ മുക്തി ഒരു കാലത്തും നേടാൻ പറ്റില്ല. ഈ ലോകം കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും നേരത്തെ പ്രാതിഭാസിക സത്യമെന്നും വ്യാവഹാരിക സത്യമെന്നും ആത്യന്തികമായ സത്യമെന്നും ഒക്കെ വിശകലനം ചെയ്ത് പറയുകയുണ്ടായി. പാരമാർത്ഥിക തലത്തിൽ സത്യമായിരിക്കുന്നത് ഒന്നേ ഉള്ളൂ. ഇതിനെ തന്നെയാണ് വ്യാവഹാരികമായി നമ്മൾ ഒരു പ്രകാരത്തിൽ കാണുന്നത്, പ്രാതിഭാസികമായി നമ്മുടെ രാഗദ്വേഷങ്ങൾക്കനുസരിച്ച് പല പ്രകാരത്തിലും കാണുന്നത്. അപ്പൊ കാഴ്ചപ്പാടിലാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് കൊണ്ട് ഓടിപ്പോകുന്നത് ഒരിക്കലും പരിഹാരമല്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നീ ആകെ ഇത്രേ ചെയ്യാനുള്ളൂ. യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വ മദർപ്പണം. സർവകർമ്മങ്ങളെയും, യജ്ഞയാഗാദികളെയും, വ്രതാനുഷ്ഠാനങ്ങളെയും, ദാനത്തെയും തപസ്സിനെയും ഒക്കെ സർവാന്തര്യാമിയായി സർവവ്യാപിയായി പരിലസിക്കുന്ന ഭഗവാന് അർപ്പണമായിട്ട് ചെയ്യാം. ഇത് തന്നെ മോചന ഉപാധി. ഈ ഉപദേശം പല പ്രകാരത്തിൽ ഭാഗവതത്തിലും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഭഗവത് ആരാധനയായി ജീവിതത്തെ മാറ്റുക, ഇതാണ് ലോകത്തെ ഭയപ്പെട്ട് ഒഴിയുന്നതിന് പകരം ചെയ്യാനുള്ളത്. ഭയപ്പെട്ട് ഒഴിയുന്ന ഒരാൾക്ക് ഒരു കാലത്തും മോചനമുണ്ടാവുന്നില്ല. കാരണം അയാൾ ലോകത്തിന് ഇല്ലാത്ത ഒരു വാസ്തവികത നൽകുന്നുണ്ട്. അത് തെറ്റാകുന്നു. ഭഗവാൻ ഇവിടെ പറയണു, ഒരാൾ ബന്ധനസ്ഥൻ അല്ലെങ്കിൽ ബദ്ധൻ അഥവാ മറ്റൊരാൾ മുക്തൻ എന്ന് പറയുന്നതൊക്കെ ത്രിഗുണസംബന്ധിയായ വിഷയമാകുന്നു. മായ മോഹം കൊണ്ടുള്ള ചിന്തയാകുന്നു. വാസ്തവത്തിൽ ബന്ധമുക്തികളൊന്നും ഇല്ല. ശോകമോഹോ സുഖം ദുഃഖം ദേഹാപത്തിശ്ച മായയാ സ്വപ്നോ യഥാത്മനഖ്യാതി സംസൃതീനതു വാസ്തവീ. എപ്രകാരമാണോ സ്വപ്നത്തിൽ പലതും നമ്മൾ അനുഭവിച്ച് സത്യമാണെന്ന് കരുതുന്നത്, അതുപോലെയാകുന്നു ശോകങ്ങളും മോഹങ്ങളും സുഖദുഃഖാദികളും ഒക്കെ. സ്വപ്നത്തിന്റെ വിഷയം എന്താണ്? സ്വകാലെ സത്യവത് ഭാതി. അനുഭവിക്കുന്ന സമയത്ത് അത് വളരെ പരമാർത്ഥമെന്ന് തോന്നും. പ്രബോധേ സതി അസദ്ഭവേത്. ഉണർന്നവനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം വാസ്തവം ആകുന്നില്ല. ഇതുപോലെയാണ് ഈ പ്രപഞ്ച അവസ്ഥയും
അതിൻ്റെ സുഖദുഃഖാദികളും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് എന്താ വേണ്ടത്? ഭ്രമിക്കാതിരിക്കുക. അല്ലാതെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോവേണ്ട കാര്യമില്ല. ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ആകെ ആലോചിക്കാനുള്ളത് എൻ്റെ സർഗശേഷിയോട് നീതി പുലർത്തും പ്രകാരം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അന്നിലയിലുള്ള ഒരു പരീക്ഷണം പ്രധാനമാണ്. ഈ വിഷയത്തെ പുരസ്കരിച്ച് സ്വധർമ്മം എന്ന ഒരു ഉപദേശം നൽകപ്പെട്ടിട്ടുണ്ട്. ഒരാൾ ചെയ്യേണ്ടത് മോചനത്തിനായിക്കൊണ്ട് ഈശ്വര ആരാധനയായി ഒരാൾ ചെയ്യേണ്ടത് സ്വധർമ്മമാണ്. പരധർമ്മോ ഭയാവഹ. പരധർമ്മത്തെ ചെയ്തു പോകരുത്. സ്വധർമ്മം എന്താണെന്ന് കണ്ടെത്തുക. തനിക്ക് ലഭിച്ച ശിക്ഷണം, അതുപോലെ തന്നെ സന്തോഷമായിട്ട് ചെയ്യാൻ കഴിയുന്നത്, ഇങ്ങനെയൊക്കെ ചില വസ്തുതകളെ പുരസ്കരിച്ച് സ്വധർമ്മ നിശ്ചയത്തെ നടത്തണം. അത് നിശ്ചയമായി കഴിഞ്ഞാൽ പിന്നീട് കാഴ്ചപ്പാടിന്റെ തലത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. പ്രപഞ്ചം മുഴുവൻ യാതൊന്ന് കാൺമതത് നാരായണ പ്രതിമ എന്ന ബോധ്യം. ഈ ബോധ്യം 24 മണിക്കൂറും ദിവസത്തിൽ നിലനിർത്തുക എന്നത് അപ്രായോഗികമായിരിക്കാം. ഇവിടെ ഇരിക്കുന്ന സാധകരിൽ പല തലത്തിൽ നിൽക്കുന്നവരുണ്ടാവും. തത്വബോധ നിഷ്ഠ സാധിച്ച സജ്ജനങ്ങളുണ്ടാവാം. കാര്യം മനസ്സിലായിട്ടുണ്ട്, പക്ഷെ വ്യവഹാരത്തിൽ വരുമ്പോൾ ഇതൊക്കെ പ്രയാസമായി തോന്നാറുണ്ട്. അങ്ങനെയുള്ളവരുണ്ടാവാം. ആദ്യമായി ഈ വക കാര്യങ്ങൾ കേൾക്കുന്നവരും ഉണ്ടാവാം. ആദ്യമായി ഈ വക കാര്യങ്ങൾ കേൾക്കുന്നവർ ഇത്തരം പ്രഭാഷണങ്ങൾ കേട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല എന്ന് ദയവ് ചെയ്ത് നിഷേധിക്കരുത്. പിന്നെയോ ഇത് ഉദ്ധവ ഉപദേശമാണ് നമ്മൾ ശ്രവിക്കണതേ. അത് ഭാഗവതത്തിന്റെ അവസാന ഭാഗത്തുള്ള ഒരു തത്വോപദേശമാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിനു മുൻപ് പറഞ്ഞ കഥയുടെ സഹായത്തിൽ വിശകലനം ചെയ്യപ്പെട്ട വസ്തുതകളൊക്കെ ക്രമത്തിൽ പഠിച്ചു വന്നാൽ ഇത് മനസ്സിലാക്കാൻ പറ്റും തന്നെയാണ്. അപ്പൊ തത്വനിഷ്ഠയോടെ ഇരിക്കുന്ന സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഇത്തിരി വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, തത്വബോധമൊക്കെ സാമാന്യമായിട്ട് ബൗദ്ധികമായിട്ട് ഇന്റലക്ച്വൽ ലെവലിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വ്യവഹാരത്തിൽ വരുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് ചില കാര്യങ്ങൾ വിസ്തരിക്കുന്നത് ഭഗവാൻ ഇവിടെ തരുന്ന സൂചനയുടെ വെളിച്ചത്തിൽ. ഇവിടെ ഉദ്ധവര് ചോദിക്കുന്നത്, ഒരു ജീവൻ മുക്തൻ അല്ലെങ്കിൽ തത്വബോധം നേടി മുക്തനായ ഒരാൾ എങ്ങനെ സംസാരിക്കും, ചരിക്കും ഇത്യാദി കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഈ ചോദ്യം? ഞാൻ മുക്തനായാൽ എങ്ങനെയൊക്കെ ഇരിക്കുന്ന അറിയാൻ വേണ്ടി, വേറൊരു മുക്തനെ തിരിച്ചറിയാൻ വേണ്ടി ഒക്കെ ആവാം ഈ ചോദ്യം. പക്ഷെ ഈ ചോദ്യം ഉത്തരം അർഹിക്കുന്ന ചോദ്യമല്ല. പക്ഷെ ചോദ്യത്തിന്റെ ഒരു സൗകര്യം ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ഭഗവാൻ വിശകലനം ചെയ്യുന്നു. അദ്ദേഹം എങ്ങനെയിരിക്കുക, അദ്ദേഹം എങ്ങനെയാ നടക്കുക എന്നൊന്നും ഇവിടെ പറയണില്ല. ഉദ്ധവോപദേശം ഭഗവത്ഗീതയിലെ പല അധ്യായങ്ങളുമായി വളരെ ബന്ധമുണ്ട്. ഈ ഒരു പ്രകരണം ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അവിടെ അർജുൻ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ
സമാധിസ്തസ്യ കേശവ അസ്തി തഥീ കിം പ്രഭാഷേത കിമാസീത വ്രചേത കിം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവിടെ ഭഗവാൻ മറുപടി പറയുന്നത് സ്ഥിതപ്രജ്ഞൻ എങ്ങനെയിരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ നടക്കുന്നു, എങ്ങനെ വ്യവഹരിക്കുന്നു, അദ്ദേഹം ഭക്ഷണം കഴിക്കുമോ കിടന്നുറങ്ങുമോ, ഈ വിഷയത്തെക്കുറിച്ചല്ല. ആചാര്യന്മാര് ഭഗവാൻ പറഞ്ഞ മറുപടിയെ ഓരോരോ ചോദ്യവുമായി ബന്ധിപ്പിക്കാറുണ്ട്. അത് ആലോചനയ്ക്കും അനുധ്യാനത്തിനും വേണ്ടി സഹായകമാവും. പക്ഷെ ഭഗവാൻ പറയുന്നത് തികച്ചും വ്യത്യസ്തമായ, അതായത് ഈ ഒരു ചോദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല എന്നുള്ള മട്ടിലാണ്. ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നത് ആർക്കാണോ മനോഗതമായ എല്ലാ കാമനകളെയും വെടിയാൻ കഴിയുക, അപ്പോൾ അയാൾ സ്ഥിതപ്രജ്ഞനായി. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ. കാമനകൾ വെടിഞ്ഞ ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിച്ചു പോവും. അങ്ങനെ എങ്ങനെ ജീവിക്കുക? ഉത്തരം പറയണു, ആത്മന്യേവ ആത്മനാ തുഷ്ട. അദ്ദേഹത്തിന് നിരന്തര തുഷ്ടിയാണ്. നമുക്കൊക്കെ നിസ്സാരമായ പദാർത്ഥങ്ങളെ അനുഭവിച്ച് അപ്പപ്പോ സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അതിലേറെ ദുഃഖവും അതിനേക്കാളേറെ സങ്കീർണതകളും നമ്മൾ പക്ഷെ സ്വന്തമാക്കുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം നിരാലംബമായി സുഖം അനുഭവിക്കുന്നു. ഒന്നിനെയും ആശ്രയിക്കാതെ, ഒന്നിനെയും അവലംബിക്കാതെയാണ് സുഖം അനുഭവിക്കുന്നത്. ആ സുഖത്തിന്റെ ഉറവിടം ഏതാണ്? ഉറവിടം വേറെ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, അവനവൻ തന്നെയാകുന്നു. ആത്മനി ഏവ ആത്മനാ തുഷ്ട. തന്നിൽ തന്നെ തന്നാൽ തുഷ്ടിയെ നുകരുന്നു. ഒരു ഉപാധികളെയും കൂടാതെ, ഒരു കരണങ്ങളെയും കൂടാതെ. ഈ ഒരു നിഷ്ഠ ലക്ഷ്യമാക്കി നാം ചെയ്യേണ്ടത് എന്താണ്? തൊട്ടു മുൻപുള്ള പ്രകരണത്തിൽ ഭഗവാൻ ഗുരു ശിഷ്യ സംവാദത്തിന്റെ പ്രകാരത്തെയും അത് സമ്മാനിക്കുന്ന വിസ്മയത്തെയും വിശദീകരിക്കുന്നുണ്ട്. എപ്രകാരമാണോ യാഗാഗ്നി ജ്വലിപ്പിക്കുന്നത്, അതുപോലെയാണ് ഗുരു സവിധത്തിൽ ജ്ഞാനാഗ്നി ജ്വലിപ്പിക്കപ്പെടുക. യാഗാഗ്നി ജ്വലിപ്പിക്കുന്നിടത്ത് ഒരു അധ അരണിയും ഉത്തരാരണിയുമുണ്ട്. പ്രത്യേക പ്രകാരത്തിലുള്ള മരത്തിന്റെ കമ്പ്, അതൊന്ന് തിരശ്ചീനമായിട്ട് വയ്ക്കുന്നു, ഒന്ന് ലംബമായി വയ്ക്കുന്നു. എന്നിട്ടാണ് കടയ. ഘർഷണം കൊണ്ട് തീയുണ്ടാവും. ഇതുപോലെ ഗുരുവും ശിഷ്യനും തമ്മിൽ വിചാരത്തിന്റെ വിഷയത്തിൽ ഒരു മഥനം നടക്കുന്നു. ആ ജ്ഞാനനിർമഥനാഭ്യാസം കൊണ്ട് ജ്ഞാനാഗ്നി ജ്വലിക്കപ്പെടുകയും അത് ശിഷ്യനിലെ എല്ലാ ബന്ധങ്ങളെയും പാശങ്ങളെയും, ജ്ഞാനനിർമഥനാഭ്യാസാത് പാശം ദഹതി. അരണി കടഞ്ഞ അഗ്നി ജ്വലിക്കുമ്പോൾ ആ അഗ്നി അനുവദിക്കുകയാണെങ്കിൽ ചെയ്യുക എന്താണെന്നറിയാമോ? ഈ അരണികളെ തന്നെ അങ്ങോട്ട് ദഹിപ്പിക്കും. ഇതുപോലെ ശിഷ്യൻ, ഗുരു എന്നിത്യാദി ഭേദകൽപ്പനകൾ പോലും അറിവിന്റെ അഗ്നിയിൽ ജ്വലിക്കപ്പെടും. ആ ഒരു സുന്ദരമായ ചിത്രം നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഒരു വശത്ത് നിരന്തര സത്സംഗവും അതുപോലെ തന്നെ തത്വജ്ഞാനിയായ ഗുരുവിൽ നിന്ന് തത്വശ്രവണവും നടക്കണം. പക്ഷെ അത് മാത്രമായിട്ടിരിക്കേണ്ട. പ്രായോഗികമായ നിർദ്ദേശം സദ്ഗുരുവിൽ നിന്ന് തത്വശ്രവണം നടത്തുന്നതോടൊപ്പം വ്യാവഹാരിക ലോകത്തിൽ വർത്തിക്കുകയും ചെയ്യാം എന്നാണ്. കാരണം എന്താണ്? തത്വമസി എന്ന ഉപദേശത്തിന്റെ സാക്ഷാത്കാരം നേടാൻ യോഗ്യനായ ഒരു ശിഷ്യന്റെ ലക്ഷണം പറയുന്നത്, ആ ശിഷ്യന്
അത്യന്തം വൈരാഗ്യവും അതുപോലെ തന്നെ മനഃശുദ്ധിയും ഏകാഗ്രതയും ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മുടെ ശുദ്ധിയെയോ ഏകാഗ്രതയെയോ വൈരാഗ്യത്തിന്റെ തീവ്രതയെയോ അളക്കാൻ സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആചാര്യന്മാർ പറയുന്നത് ഈ അറിവുമായി അതിൻ്റെ നിർവൃതിയുമായി ജ്ഞാനത്തെ അനുഭൂതിയാക്കണം എന്ന ലക്ഷ്യത്തോടെ ലോകത്തിലേക്ക് ഇറങ്ങൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദ്യം വരും, വീണ്ടും ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ വീണ്ടും കറ പുരളില്ലേ? ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉറപ്പു തരുന്നു, ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസ. ഇത് ഓർമ്മിച്ചോളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അത് നിങ്ങളിൽ പാപത്തെ വളർത്തില്ലേ എന്ന് ആശങ്കപ്പെടണ്ട. എപ്രകാരമാണോ താമര ഇല വെള്ളത്തിൽ ജലലേപനം കൂടാതെ വർത്തിക്കുന്നത്, അതുപോലെ വർത്തിക്കാൻ പറ്റും. അതിനെന്ത് വേണം? ഗുരുസവിധത്തിൽ നിന്നും വീണ്ടും വീണ്ടും ശ്രവിച്ച് തത്വവിചാരശീലം ഉറപ്പാക്കണം. അധ്യാത്മജ്ഞാന നിത്യത്വം, തത്വജ്ഞാനാർത്ഥ ദർശനം. ഭഗവത്ഗീത 13-ാം അധ്യായത്തിൽ ഇത് രണ്ടും വളരെ പ്രാധാന്യത്തോടെ വർണ്ണിച്ചിരിക്കുന്നു. നിത്യം അധ്യാത്മശീലമുണ്ടാവണം, അധ്യാത്മജ്ഞാനത്തെ വിചാരം ചെയ്യുന്ന രീതി. പിന്നെയോ എന്താണ് തത്വബോധം കൊണ്ടുള്ള ഗുണം? അതിനെയും വിചാരം ചെയ്യണം. അപ്പോഴാണ് ജ്വലിച്ചു നിൽക്കുന്ന ലക്ഷ്യബോധം. പലപ്പോഴും ആചാര്യന്മാര് കർമ്മഫല ആസക്തി പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിനെ ആളുകള് തെറ്റിദ്ധരിക്കുന്നത് കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല എന്നാണ്. അങ്ങനെയല്ല. ശരിക്കും കർമ്മഫലത്തെക്കുറിച്ച് ശരിക്കും സുവ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവണം. വിഫലമായി കർമ്മങ്ങൾ ചെയ്തിട്ട് എന്താ കാര്യം? ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സഫലമാവണം. നിർദ്ദിഷ്ട ഫലം തന്നെ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. പക്ഷെ അത് എനിക്ക് അനുഭവിക്കണം എന്നുള്ള വാശിയാണ് പോണ്ടത്. തത്വജ്ഞാനാർത്ഥ ദർശനവും അധ്യാത്മജ്ഞാന നിത്യത്വവും തത്വജ്ഞാനാർത്ഥ ദർശനവും ഒരു വശത്ത് തത്വജ്ഞാനത്തെക്കുറിച്ചുള്ള അനുസന്ധാനം, അതുപോലെ തന്നെ തത്വജ്ഞാനം കൊണ്ടുള്ള ഗുണത്തെക്കുറിച്ചുള്ള ബോധ്യം. ഇത് രണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ തുച്ഛമായ കർമ്മഫലങ്ങളിൽ ആര് രമിക്കും? പേര്, പ്രശസ്തി, അധികാരം, ഇതിലൊക്കെ ആര് ശ്രദ്ധിക്കും ചോദിക്കുക. അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. പക്ഷേ ചെയ്യുന്നു. എന്തുകൊണ്ട് ചെയ്യുന്നു? പ്രപഞ്ചമായി വിരിഞ്ഞു നിൽക്കുന്ന എൻ്റെ ഭഗവാനോടുള്ള എൻ്റെ പ്രേമം, ഭക്തി, ആരാധന അത് പ്രകാശിപ്പിക്കുന്നതിനുള്ള ഉപാധി ഇതായതുകൊണ്ട്. കാരണം ഭഗവാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു, ആവശ്യപ്പെട്ടിരിക്കുന്നു, ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഹേ അർജുന, ചെയ്യൽ എന്തായാലും മതിയാക്കണ്ട, ചെയ്യൂ. എന്താ അതിന്റെ പിറകിലൊരു മോട്ടിവേഷൻ എന്ന് ചോദിച്ചാൽ ലോകസംഗ്രഹമായിട്ട് ചെയ്യൂ. ഇത് ഭഗവാൻ വെറുതെ അങ്ങോട്ട് പറയുകയല്ല, മാതൃക കാണിച്ചുകൊണ്ടാണ് പറയണത്. നിനക്ക് നിന്റെ തന്നെ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളെ മാതൃകയാക്കണമോ? ലുക്ക് അറ്റ് ജനക. കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിത ജനകാതയ. ജനകനെ നോക്കൂ. ജനകൻ തുടങ്ങിയവർ കർമ്മത്തിലൂടെ തന്നെയാണ് അന്തഃകരണ ശുദ്ധിയെയും മനസ്സിന്റെ ഏകാഗ്രതയെയും തദ്വാര ജ്ഞാന നിഷ്ഠയെയും പ്രാപിച്ചത്. പിന്നെ നീ എന്നെ നോക്കൂ. ഭഗവാൻ സ്വയം
മാതൃകയായിട്ട് കാണിക്കുന്ന സമയത്ത് ഗംഭീരമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഹേ അർജുന, 3 ലോകത്തിലും എനിക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം. 3 ലോകത്തിലും എനിക്ക് നേടേണ്ടതായിട്ട് ഒന്നുമില്ല, ചെയ്യേണ്ടതായിട്ടും ഒന്നുമില്ല. വർത്തയേവച കർമ്മണി. പക്ഷെ ഞാൻ 1 മിനിറ്റ് വെറുതെ ഇരിക്കുന്നില്ല. പ്രായോഗികമായി ഭഗവാൻ ഉപദേശിക്കുന്നത് ചുറ്റുപാടിനെ ശപിക്കരുത്, ചുറ്റുപാടിൽ നിന്നും ഓടിപ്പോകാൻ ആവേശം കാണിക്കേണ്ട. പിന്നെയോ പരിസരങ്ങളെ മുഴുവൻ ഭഗവത് ലീലയായി കാണാൻ ഉത്സാഹിക്കുക. അതെങ്ങനെയാണ് ഭഗവത് ലീലയാവുന്നത് എന്നൊക്കെ പല പ്രകാരത്തിൽ വിശദീകരിച്ചു വരുന്നുണ്ട്. സ്ഥൂലമായതിനെ കാണുമ്പോഴാണല്ലോ പരിഭ്രമം. സൂക്ഷ്മത്തിലേക്ക് പോകൂ എന്ന് ഭഗവാൻ ആവശ്യപ്പെടുന്നു. രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവ സർവഭേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു എന്നിങ്ങനെ സ്ഥൂലത്തിന് സൂക്ഷ്മത്തിലേക്ക്. വെള്ളം കാണുമ്പോൾ അതിലെ രസത്തെക്കുറിച്ച് ചിന്തിക്കൂ. വ്യക്തികളെ കാണുമ്പോൾ പ്രകടനങ്ങൾക്കപ്പുറത്ത് അതിലെ ചൈതന്യത്തെ ശ്രദ്ധിക്കൂ. ഇങ്ങനെ സ്ഥൂലത്തിന് സൂക്ഷ്മത്തിലേക്ക്. മറ്റൊരിടത്ത് ഭഗവാൻ പറയുന്നു, ഞാനല്ലാതെ എന്താ ഇവിടെ ഉള്ളത്? മയാ തദമിതം സർവം ജഗദവ്യക്തമൂർത്തിന. ഇങ്ങനെയൊക്കെ വിശദീകരിച്ചു വന്നിട്ട് പറയണു, അതുകൊണ്ട് നീ നിത്യനിരന്തരമായി എന്നെ തന്നെ ആരാധിക്കൂ. 2 പക്ഷികളുടെ ചിത്രം. ഇത് ഉപനിഷത്ത് പ്രഖ്യാപിതമായ ഒരു വസ്തുതയും കൂടിയാണ്. ഭഗവാൻ ഉദ്ധരിച്ച് വിശദീകരിക്കുന്നു. വാസ്തവത്തിൽ ബദ്ധനില്ല, ആർക്കും മുക്തി നേടേണ്ടതായിട്ടില്ല. പക്ഷെ മിഥ്യാകൽപ്പനകൾ കൊണ്ട് ഏർപ്പെട്ടുപോയ ബന്ധനത്തെ വിചാരം കൊണ്ട് തന്നെ വേണം ജയിക്കാൻ. സംസാരത്തെക്കുറിച്ച് ഒരു കവി പാടിയത് വിചാരാഭാവ ജീവന എന്നാണ്. വിചാരത്തിന്റെ അഭാവം കൊണ്ട് മാത്രം നിലനിൽക്കുന്നത്. മായയെ സംബന്ധിച്ച് മറ്റൊരു പ്രയോഗമുള്ളത് അന്വേഷണം ന സഹതേ മായ എന്നാണ്. അന്വേഷണം സഹിക്കില്ല മായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോൾ നാം അന്വേഷിച്ചു തുടങ്ങുന്നുവോ മായ അതിൻ്റെ പ്രഭാവം വെടിഞ്ഞ്. അതുകൊണ്ട് വിചാരത്തെ ചെയ്തോളണം. ഇവിടെ മോക്ഷത്തിനുള്ള ഉപായം എന്താണെന്നാണ് പറയുന്നത് സകല ശാസ്ത്രങ്ങളും. മോക്ഷോപായമായിട്ട് പറയുന്നത് എന്താണ്? മോക്ഷോപായമായിട്ട് സകല ശാസ്ത്രങ്ങളും പറയുന്നത് ജ്ഞാനമാണ്, നോളജ്. അറിവിന്റെ പ്രത്യേകത എന്താണ്? അറിവിന്റെ പ്രത്യേകത, അറിവ് പുതുതായി ഒന്നിനെയും ഉണ്ടാക്കുന്നില്ല, ഉള്ള ഒന്നിനെ ഇല്ലാതാക്കാനും അറിവിന് സാധിക്കില്ല. അറിവിന്റെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ, അറിവിന്റെ ദൗർബല്യമാണ് ഇപ്പൊ പറഞ്ഞത്. അറിവിന് വലിയ ദൗർബല്യമുണ്ട്. ജ്ഞാനത്തിന്റെ ദൗർബല്യം എന്താണ്? ജ്ഞാനത്തിന് പുതുതായി ഒന്നിനെ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇല്ലാത്ത ഒന്നിനെ ജ്ഞാനം കൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല. ഉള്ള ഒന്നിനെ ഇല്ലാതാക്കാനും ജ്ഞാനത്തിന് സാധിക്കില്ല. ഇത് ജ്ഞാനത്തിന്റെ ദൗർബല്യമാണ്. പിന്നെ ജ്ഞാനത്തിന്റെ കരുത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ, ജ്ഞാനം അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു. അപ്പൊ മോക്ഷം ജ്ഞാനം കൊണ്ട് നേടാമെന്ന് പറയുമ്പോൾ ബന്ധനം അജ്ഞാനം കൊണ്ടുണ്ടായതാവണം. അജ്ഞാനം ഒന്നിനെ ഉണ്ടാക്കുന്നു എന്ന് പറയുക വയ്യ. കാരണം അജ്ഞാനം തന്നെ ഇല്ലാത്തതാണ്. അറിവ് കൊണ്ട് മോക്ഷം നേടുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മൾ ഒരിക്കലും ബന്ധനസ്ഥരാവുന്നില്ല എന്നുള്ളതാണ്. 2 പക്ഷികൾ
ഒരേ വൃക്ഷത്തെ ആശ്രയിച്ച് വർത്തിക്കുന്നു. ഈ പക്ഷികൾ രണ്ടും സുഹൃത്തുക്കളാണ്. അതിലൊരു പക്ഷി ഈ വൃക്ഷത്തിലെ പഴങ്ങളെ കൊത്തി തിന്നുന്നു. ആ തിന്നുന്ന പക്ഷിയുടെ അവസ്ഥ വളരെ സങ്കടകരമാണ്. കാരണം പഴങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലത് നല്ല മധുരമുള്ളതാവും, അത് കൊത്തി തിന്നുമ്പോൾ സന്തോഷം തോന്നും. അടുത്തത് കൊത്തുമ്പോൾ അങ്ങേയറ്റം ചവർപ്പുള്ളതാവും, കഴിക്കണതും ആവും. ഈ പക്ഷി ആകത്തുകയിൽ അസ്വസ്ഥമാണ് എന്ന് പറയും. ഇത്തിരി മധുരം കിട്ടുന്നതുകൊണ്ട് പിന്നെയും ആവേശം വരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ മറ്റേ പക്ഷി ആവട്ടെ ശാന്തം വർത്തിക്കുന്നു. ഈ പക്ഷിക്ക് ആ പക്ഷിയുടെ സ്വസ്ഥതയെ കണ്ടപ്പോൾ, ശാന്തിയെ കണ്ടപ്പോൾ ആവേശം വന്നു. ഈ പക്ഷി ആ പക്ഷിയുടെ അടുത്തേക്ക് പറന്നു ചെന്നു. ഫലത്തിൽ 2 പക്ഷികൾ ഇല്ലാതായി. വളരെ ഗംഭീരമായ ഈ ദൃഷ്ടാന്തം മുണ്ടകോപനിഷത്തിലുള്ളതാണ്. ഇതൊരു മിസ്റ്റിക് രീതിയിലുള്ള പ്രവചനമാണ്. വളരെ ആലോചനാമൃതം ആണ്. 13-ാം അധ്യായത്തിലെ ഭഗവാൻ ശരീരത്തെ തൊട്ട് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇദം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരം ക്ഷേത്രമാണ് അർജുന. 13-ാം അധ്യായം ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ, ഭഗവത്ഗീതയിലെ മറ്റു പാഠങ്ങളൊന്നും പഠിച്ചില്ല, നേരിട്ട് 13-ാം അധ്യായത്തിലേക്ക് വന്നാൽ പോലും ശരീരത്തെ ക്ഷേത്രമെന്ന് കരുതൂ. ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രജ്ഞൻ വേണമല്ലോ, ക്ഷേത്രത്തിൽ ഒരു അധീശ്വരൻ വേണമല്ലോ. അങ്ങനെ ഒരു അധീശ്വരനും ഇവിടെയുണ്ട്. അതാരാ? ഏതദ്യോ വേത്തി. ഈ ശരീരത്തെ ആരറിയുന്നു അയാളാണ് ക്ഷേത്രജ്ഞൻ. അതാരാ? ഞാൻ. എനിക്ക് ഈ ശരീരത്തെ അറിയാം. ശരീരത്തെ ശരിക്കും അറിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ശങ്കരാചാര്യ ഭാഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കിപ്പോൾ കടക്കണ്ട തൽക്കാലം. ഇപ്പൊ ശരീരമുണ്ട്, അഥവാ ക്ഷേത്രമുണ്ട്, ക്ഷേത്രജ്ഞനുണ്ട്. ഈ 2 വസ്തുതകളെ പുരസ്കരിച്ചുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. 13-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകവും 2-ാമത്തെ ശ്ലോകവും തമ്മിൽ വലിയ അന്തരമുണ്ട്. കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവര് അതിനിടയിൽ ശങ്കര ഭഗവത്പാദർ എഴുതി ചേർത്ത ഭാഷ്യം വിശകലനം ചെയ്ത് പഠിക്കണം. എന്ത് രസകരാണെന്നറിയാമോ? അതിൽ താല്പര്യം വന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം രസിക്കാൻ പേജുകളോളാണ് എഴുതി ചേർത്തിരിക്കുന്നത്. കാരണം എന്താ? 1-ാമത്തെ ശ്ലോകവും 2-ാമത്തെ ശ്ലോകവും തമ്മിൽ വലിയ ഗ്യാപ്പുണ്ട്. എന്താ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നത്? ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. സർവക്ഷേത്രേഷു ക്ഷേത്രജ്ഞഃ മാം ഏകം വിദ്ധി. ഞാൻ ഒരാളാണ് സകലമാന ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായി പരിലസിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് ഞാനുണ്ട് എന്നാണ്. എന്നിൽ ക്ഷേത്രജ്ഞനായിട്ട് ഞാൻ വർത്തിക്കുന്നു ഈ ക്ഷേത്രത്തിൽ. പിന്നെയോ അപരനിലെ ചൈതന്യത്തെയും എന്നിലെ ചൈതന്യത്തെയും ഒന്നായിട്ട് അറിയണം. ഇതിനുള്ള പ്രായോഗിക വഴിയാണ് കർമ്മയോഗവും ഭക്തിയോഗവും ഒക്കെ. ഭക്തിയോഗം പ്രായോഗിക തലത്തിൽ ഈശ്വരാരാധന, അത് കർമ്മയോഗമാണ്. ആത്യന്തിക തലത്തിൽ ഭക്തിയും ജ്ഞാനവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ എല്ലാവരിലും ഒരേ ക്ഷേത്രജ്ഞൻ പരിലസിക്കുന്നു എന്നറിയണമെങ്കിൽ സമബുദ്ധി വളർത്തണം. അതും ഉദ്ധവരോട് ഭഗവാൻ പറയുന്നുണ്ട്. സമബുദ്ധി. എന്തൊക്കെ പ്രകാരത്തിലുള്ള സമബുദ്ധിയാണ് വളരേണ്ടത്? പദാർത്ഥങ്ങളൊക്കെ സമമാണ് എന്നുള്ള ബോധ്യം. നേരത്തെ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഈ തേരും അതിലിരിക്കുന്ന രാജാവും ഒക്കെ തമ്മിൽ എന്താ വ്യത്യാസം?
വാചാരംഭണം വികാരോ നാമധേയ മൃത്തികേത്യേവ സത്യം എന്ന് വിശകലനം ചെയ്ത് പറഞ്ഞു. പലത് കാണുമ്പോൾ പലതുണ്ട് എന്ന് തീരുമാനിക്കാൻ വരട്ടെ. എന്താണ് ഈ പലത് എന്ന് അന്വേഷിച്ചു ചെന്നാൽ ഏകം. ഈ പ്രകാരം വിശകലനം ചെയ്തു പോകണം. അപ്പൊ പലത് കാണുമ്പോഴും ഇതൊക്കെ ഈശ്വരനെ 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 എന്ന് ഓർമ്മിച്ച് എന്റെ പ്രിയങ്കരനായ ഈശ്വരനെ ഞാൻ ആരാധിക്കുന്നു എന്നുള്ള പ്രകാരത്തിൽ കർമ്മങ്ങളൊക്കെ ചെയ്യാം. വ്യക്തികളെ ചുറ്റിപ്പറ്റി രാഗദ്വേഷം വരും. വസ്തുവകളെ ചുറ്റിപ്പറ്റി വൈവിധ്യ ബോധം കാരണമുണ്ടായിട്ടുള്ള പരിഭ്രമങ്ങളുണ്ട്. അനുഭവങ്ങളെ ചുറ്റിപ്പറ്റിയും അലോസരങ്ങളുണ്ട്. ഇത് മൂന്നും അതിജീവിക്കാൻ വേണ്ടി പറയുന്നു സമബുദ്ധി. ഭക്തി കൊണ്ട് അഥവാ ഈശ്വരാരാധന കൊണ്ട് നേടേണ്ടത് സമബുദ്ധിയാകുന്നു. കർമ്മയോഗം കൊണ്ട് സാധിക്കേണ്ടത് സമബുദ്ധിയാകുന്നു. സമബുദ്ധി ആർജിച്ചവന് ലോകമൊരു ശല്യമേ അല്ല. ജഗദേവ നന്ദനവനം ഭവേത്. ഈ ലോകം സുന്ദര ഉദ്യാനമാവുന്നു. ഇതാണ് സാക്ഷാത്കരിക്കേണ്ടത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ സാധനാ പുരോഗതി എന്നുള്ള നിലയിൽ ദിവസം വിശകലനം ചെയ്ത് നോക്കേണ്ടത്. എനിക്ക് എത്രത്തോളം രാഗദ്വേഷങ്ങളെ ജയിക്കാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് എത്രത്തോളം സമബുദ്ധി പുലർത്താൻ സാധിക്കുന്നുണ്ട്. വളരെ പ്രായോഗികമായിട്ട് ലൗകിക ജീവിതത്തിൽ നമുക്കിത് ചിന്തിച്ചു നോക്കാം. ഞാൻ ദിവസവും ഭഗവത്ഗീത വായിക്കുന്നുണ്ട്, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നുണ്ട്, ശ്രീമൻ നാരായണീയം ഓരോ അധ്യായം വായിക്കാറുണ്ട്, ഭാഗവതത്തിലെ ചില ശ്ലോകങ്ങൾ എടുത്ത് ചിന്തിക്കുന്നുണ്ട്, സത്സംഗത്തിന് പലപ്പോഴും പോയി പങ്കെടുക്കുന്നുണ്ട്, യജ്ഞങ്ങളൊക്കെ കേൾക്കാറുണ്ട്, സത്രങ്ങളിലൊക്കെ പങ്കുചേരാറുണ്ട്, സപ്താഹം ശ്രവിക്കാറുണ്ട്, ക്ഷേത്രദർശനം നടത്താറുണ്ട്. ഓ, നന്നായി. ഗുണമുണ്ടോ? അതൊക്കെ ഇപ്പൊ ആരാ തീരുമാനിക്കുക? നമുക്ക് തീരുമാനിക്കാം. എങ്ങനെയാ തീരുമാനിക്കുക? എത്രത്തോളം സമബുദ്ധി വരുന്നു. എന്താ സമബുദ്ധിയുടെ ലക്ഷണം? സമലോഷ്ടാശ്മ കാഞ്ചന. കല്ലും മണ്ണും മണ്ണാങ്കട്ടയും സ്വർണമൊക്കെ ഒരുപോലെ ഗണിക്കാൻ സാധിക്കണം. ആത്യന്തിക മൂല്യവിവേചനത്തിൽ ശ്രദ്ധിക്കണേ, വ്യാവഹാരിക തലത്തിൽ ആരും കല്ല് വെട്ടിയെടുത്ത് കഴുത്തിലോ കാതിലോ അണിയുന്നില്ല. അവിടെ സ്വർണം തന്നെയാണ് വേണ്ടത്. അത് വ്യാവഹാരിക തലത്തിൽ. പക്ഷെ ആത്യന്തിക മൂല്യവിവേചനത്തിൽ കല്ലും മണ്ണും സ്വർണവും ഒക്കെ ഒന്ന്. സമലോഷ്ടാശ്മ കാഞ്ചന. ഇതുപോലെ വ്യക്തികളെയും അതുപോലെ തന്നെ ജീവികളെയും ജീവജാലങ്ങളെയും ഒക്കെ കാണുമ്പോൾ സമബുദ്ധി. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശ്വപാകേച പണ്ഡിത സമദർശിനം. അവിടെയും സമബുദ്ധി. എല്ലാവരിലും പരിലസിക്കുന്ന തത്വമേകം ക്ഷേത്രജ്ഞം ഏകം ഭഗവാൻ. പിന്നെയോ നിന്ദ സ്തുതി ഇത്യാദി വിഷയങ്ങളിലും സമബുദ്ധി പുലർത്താൻ സാധിക്കണം എന്ന് പറയാം. ന സ്തുവീത ന നിന്ദേത കുരുവത സാധു അസാധുവ വദതോ ഗുണദോഷാഭ്യാം വർജിത സമദൃക് മുനി എന്ന് ഉദ്ധവരോട് ഭഗവാൻ ചുരുക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിശാല ഭാവം കൈവരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ശരി ഇങ്ങനെയുള്ള വകതിരിവുകളൊക്കെ അതിനൊക്കെ അപ്പുറത്ത് പോയി. അത്തരം തത്വബോധം നേടിയ ആളെക്കുറിച്ച് ഭഗവാൻ പറയണത്, അദ്ദേഹം എങ്ങനെയൊക്കെ വർത്തിച്ചാലും ശരി സയോഗി മൈ വർത്തതേ എന്നാണ്. എന്നിൽ നിന്ന് അദ്ദേഹത്തിന് സ്ഖലനമേ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് കർമ്മയോഗത്തിലൂടെ ഈശ്വര ആരാധനയിലൂടെ സമബുദ്ധി ആർജിക്കാൻ ഉത്സാഹിക്കണം. ഇത് പ്രധാനമാണ്. അതാണ് ഈ താഴെയുള്ള പക്ഷി, പിപ്പലം കഴിച്ച് കഷ്ടപ്പെടുന്ന പക്ഷി, സുപർണാവേദോ സദൃശോ സഖായോ യദൃശ്ചയേതോ കൃതനീടൗ ച വൃക്ഷേ ഏകസ്തയോ ഖാദതി പിപ്പലാണ്ണം അണ്യോ നിരന്നോപി ബലേന ഭൂയാത്. ഒരു പക്ഷി ഒന്നും കഴിക്കുന്നില്ല, പക്ഷെ സ്വസ്ഥം, ശാന്തം. കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി ഈ പരമഹംസങ്ങളുടെ വഴിയാണ്.
അവർ സ്വസ്ഥരായിട്ടിരിക്കണം, ശാന്തരായിരിക്കണം. എന്തിനെ ആശ്രയിച്ചിട്ട്? ഒന്നിനെ ആശ്രയിച്ചിട്ടല്ല. അതെങ്ങനെ സാധിക്കണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ? കർമ്മയോഗം. അങ്ങനെ പറന്ന് അവിടെ ചെല്ലുമ്പോൾ രണ്ട് പക്ഷികൾ പിന്നെയില്ല. എന്താ കാരണം? അദ്വൈതം. ക്ഷേത്രജ്ഞനായിട്ട് നാം നമ്മെ തിരിച്ചറിഞ്ഞു. പിന്നെയോ സർവക്ഷേത്രങ്ങളിലും ഭഗവാൻ ഏകനാണ് ക്ഷേത്രജ്ഞൻ എന്ന് തിരിച്ചറിയലാണ് പറന്നു ചെന്നു എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം എല്ലാവരും ധ്യാനത്തിന് ഉപയോഗിക്കണേ. ഈ നിസാരനായ ഞാൻ അറിവിന്റെ പ്രകാശത്തിൽ പരമാത്മതത്വമായി പരിലസിക്കുന്നത്. അതിങ്ങനെ വീണ്ടും വീണ്ടും ധ്യാനിച്ചുറപ്പിച്ച് ലോകത്തിൽ ഭഗവത് ഭൃത്യനായി വർത്തിക്കുക. ഇത്രയേ ഉള്ളൂ, ലളിതം. പക്ഷെ ഇത് ഉള്ളിൽ സാധിക്കണം. എന്താ പറയുക? ശങ്കരഭഗവത്പാദർ തത്വബോധം എന്ന പ്രകരണ ഗ്രന്ഥത്തിൽ പറയും, യാവത് പര്യന്തം ജീവേശ്വരയോഹോ ഭേദദൃഷ്ടി സ്യാത് താവത് പര്യന്തം ജനന മരണ സംസാരാത്ത് ന നിവർത്തന്തേ. ഏതുവരെ ജീവനും ഈശ്വരനും വേറെയാണെന്നുള്ള ബോധ്യമുണ്ടോ അതുവരെ മുക്തിയില്ല. അപ്പൊ ഒന്നാണെന്ന് അറിയലാണ് നമ്മുടെ ലക്ഷ്യം. അതിനിടയിൽ ഈശ്വരനെ ആരാധിക്കാൻ ഉപദേശിച്ചിരിക്കുന്നു. കാരണം എന്താണ്? ഒന്നെന്നറിയാൻ സമബുദ്ധി വേണം. സമബുദ്ധി നേടാൻ രാഗദ്വേഷങ്ങളെ ജയിക്കണം. രാഗദ്വേഷങ്ങളെ ജയിക്കാൻ ഈശ്വരാരാധന. കർമ്മത്തെ സംബന്ധിച്ച് അർജുനന് വിഷമം. കർമ്മം ചെയ്ത ബന്ധനം ഉണ്ടാവില്ലേ? ഭഗവാൻ പറയുന്നു, കർമ്മം ചെയ്ത ബന്ധനം ഉണ്ടാവുന്ന ആര് പറഞ്ഞു? കർമ്മത്തിനൊന്നും അല്ല കുഴപ്പം. യജ്ഞാർത്ഥാത് കർമ്മണ അന്യത്ര ലോകോയം കർമ്മബന്ധന. യജ്ഞാർത്ഥം അല്ലാതെ ചെയ്യുമ്പോഴേ കർമാപകടമുള്ളൂ. അങ്ങനെ ചെയ്താൽ തെറ്റൊന്നുമില്ല. ആ നിലയിൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും പരിഭാഷപ്പെടുത്താൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, തർജ്ജമ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. എന്താ ചെയ്യണതെന്ന് ചോദിച്ചാൽ ഈശ്വരാരാധന എന്ന് ഉള്ളിൽ തട്ടി പറയാൻ സാധിക്കണം. അതെങ്ങനെയാ സാധിക്കുക? എല്ലാം ഈശ്വരനാണെന്നുള്ള ബോധ്യത്തെ ആചാര്യ ഉപദേശങ്ങളെ അനുസന്ധാനം ചെയ്തുകൊണ്ട് വ്യവഹാരത്തിൽ നിലനിർത്താൻ സാധിക്കണം. അതെപ്പോഴാ സാധിക്കുക? ആദ്യം മുഴുവൻ സമയം സാധിച്ചു എന്ന് വരില്ല. ഓർമ്മ വരുമ്പോഴൊക്കെ അർപ്പിച്ചാൽ മതി. 12-ാം അധ്യായത്തിൽ ഭഗവാൻ ആ പടികൾ ഇങ്ങനെ പറയുന്നുണ്ട്. അഭ്യാസ അപി അസമർത്ഥ അസി. അഭ്യാസ വിഷയത്തിലും നീ അസമർത്ഥനാണെങ്കിൽ ഇങ്ങനെ സാധിക്കുന്നില്ല എന്ന് വിഷമിക്കേണ്ട. ആവും പോലെ ചെയ്യൂ. നിരന്തര അഭ്യാസം കൊണ്ട് സാധിക്കും. അഭ്യാസേനത്തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. സാധിക്കും, നേടിയെടുക്കാൻ പറ്റും. ഉപേക്ഷിച്ചു പോകണ്ട. ഇപ്പൊ മാനേജ്മെന്റ് തിയറിയിലൊക്കെ അവർ പറയുന്നത് സുവ്യക്തമായ ലക്ഷ്യബോധം, ആ പരമസ്വാതന്ത്ര്യത്തിന്റെ നിർവൃതിയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കണം. എന്നിട്ട് ആവേശം കൊള്ളണം. പരമഹംസങ്ങൾ പോയ വഴി. ഞാൻ കാകനാണ് എന്ന് പറഞ്ഞിട്ട് സ്വയം എന്താ പറയുക ആക്ഷേപിച്ച് ആത്മാനം അവസാദ ചെയ്ത് അങ്ങനെ സങ്കടപ്പെടരുത്. പിന്നെയോ ആവും പോലെ മുന്നോട്ട് പോവുക. അങ്ങനെ പോണ സമയത്ത് മുക്തി സാധിതമാകുന്നു. അത് നേടിയെടുക്കുന്ന ഒന്നല്ല. ഭഗവാൻ പറയണു, യോ അവിദ്യായുക്സ നിത്യബദ്ധ. അവിദ്യായുക്തനായിരിക്കുന്നവൻ നിത്യബദ്ധനാണ്. വിദ്യാമയോയ സതു നിത്യമുക്ത. വിദ്യാമയൻ മുക്തനുമാണ്. രാമായണത്തിൽ ലളിതമായി പാടി തന്നിട്ടുണ്ടല്ലോ എഴുത്തച്ഛൻ. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. വിദ്യായുക്തനായിരിക്കുകയാണ് വേണ്ടത്. വിദ്യായുക്തനാവുന്നതോടെ മുക്തനാവുന്നു. ഇത്രയേ ഉള്ളൂ. വിദ്യ ആഴത്തിൽ സംഭവിക്കണമെങ്കിൽ അന്ധക്കരണം പാകപ്പെടണം.
അന്ധക്കരണത്തെ പാകപ്പെടുത്തുന്നതിനുള്ള വഴി എന്താ? ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും ഈശ്വരാർപ്പണമാക്കുക. എന്ത് കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് സ്വധർമ്മമാണ് ചെയ്യേണ്ടത്. സ്വധർമ്മം കണ്ടെത്തുന്ന വിഷയത്തിൽ ഇത്തിരിയൊക്കെ ഒരു അന്വേഷണം ആവശ്യമുണ്ട്. അങ്ങനെ ഒരിക്കൽ സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് ഭഗവാനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സമബുദ്ധിയുടെ സാധ്യത അന്വേഷിക്കാം. എനിക്ക് വളരെ വെറുപ്പ് തോന്നിയ ഒരാളോട് ഇപ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു പദാർത്ഥത്തോട് എനിക്കിപ്പോഴും എന്തു തോന്നുന്നു? അത് ഉപയോഗിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതിനെ സംബന്ധിക്കുന്ന കടുത്ത രാഗദ്വേഷങ്ങളെയാണ് നമുക്ക് ലയിപ്പിച്ചെടുക്കേണ്ടത്. അതിനെ അകറ്റിയെടുക്കണം. രാഗദ്വേഷങ്ങളുടെ തീവ്രത കുറഞ്ഞു വരട്ടെ. സന്തുഷ്ടോ യേന കേനചിത്ത്, എന്തെങ്ങനെയൊക്കെ ആയാലും ശരി, ഇൻ സ്പൈറ്റ് ഓഫ് എവ്രിതിങ് ഐ എം ഹാപ്പി എന്നൊരു അവസ്ഥ. അത് ദിവസവും സായാഹ്നത്തിൽ ഉറപ്പുവരുത്തുക. എന്നിട്ട് അത് പകർന്നു തന്ന ഭഗവാന് നന്ദി പറഞ്ഞിട്ടാവട്ടെ സന്ധ്യാനാമം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഭഗവാന്റെ പാദപത്മങ്ങളിൽ ശയനം സാധിക്കും. പിറ്റേന്ന് കാലത്ത് ഉണർന്നെഴുന്നേറ്റ ശേഷം മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ എന്നിങ്ങനെ നിഷേധിച്ച് ആരാണ് ഞാൻ? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് ഉറപ്പിക്കുക. അതൊക്കെ കഴിഞ്ഞ് കണ്ണ് തുറന്ന് ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴോ, ഹേ ഭഗവൻ, ഞാൻ അവിടുത്തെ ഭൃത്യനാകുന്നു, ദാസനാകുന്നു. ഭഗവാൻ അങ്ങനെ അനുവാദം തന്നിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞ എന്താണ്? മയൈവേത്തെ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാക്ഷി. നീ എന്റെ നിമിത്തമായിരിക്കെ, ഭഗവാന്റെ നിമിത്തമാണ് എന്ന ഭാവനയോടുകൂടി ലോകവ്യവഹാരം സാധിക്കാവുന്നതാണ്. ദൈവാധീനേ ശരീരേസ്മിൻ ഗുണഭാവ്യേന കർമ്മണാം വർത്തമാനോ ബുധത്തത്ര കർത്താസ്മീതി നിപദ്ധ്യതേ. ബന്ധനസ്ഥനെ കുറിച്ചും മുക്തനെ കുറിച്ചുമുള്ള വിചിന്തനത്തിൽ ഭഗവാൻ കർമ്മസംബന്ധിയായ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? വാസ്തവത്തിൽ കർമ്മങ്ങൾ എവിടെയാണ് നടക്കുന്നത്? ശരീരത്തിലാണ് കർമ്മം നടക്കുന്നത്. പ്രകൃതി കാരണമാണ് കർമ്മം സംഭവിക്കുന്നത്. ഗുണതലത്തിലാണ്, ഗുണങ്ങളുടെ തലത്തിലാണ്. ആത്മാവിന്റെ തലത്തിലോ നേരത്തെ നമ്മൾ ശ്രവിച്ചില്ലേ, അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യസർവഗതസ്ഥാണു. അരിവേവിക്കണ ഉദാഹരണം ഒന്നും അവിടെ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. ശരീരത്തിന് ഗുണദോഷങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതൊക്കെ ആത്മാവിനെ ബാധിക്കുന്നു എന്ന് വിചാരിക്കുകയാണോ? അത് മോഹം. വിവേചിച്ചറിയണം, ആത്മാവിനൊന്നും ബാധിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ബാധിച്ചു എന്ന് അറിയുന്നത് പോലും ആ ആത്മാവിന്റെ പ്രകാശത്തിലാണേ. കൈവല്യോപനിഷത്തിൽ പറയുന്നത് സ, ആ പരമതത്വം, നിത്യശുദ്ധ ബുദ്ധമുക്തമായി പ്രകാശിക്കുന്ന പരമതത്വം സയേവമായ പരിമോഹിതാത്മാ കരോതി, പരിമോഹിതാത്മാ ശരീരമാസ്ഥായ കരോതി സർവം സ്ത്രിയന്നപാനാദി വിചിത്രഭോഗൈഃ സയേവ ജാഗ്രത് പരിതൃപ്തിമേതി സ്വപ്നേ സജീവ സുഖദുഃഖ ഭോക്താ സ്വമായയാ കൽപ്പിത ജീവലോകേ സുഷുപ്തികാലേ സകലേ വിലീനേ തമോഭിരൂപ സുഖരൂപമേതി. നമ്മുടെ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളിലൊക്കെ പരിമോഹിതമായ അതേ തത്വമാണ് അനുഭവം നുകർന്നുകൊണ്ടിരിക്കുന്നത്. മായ വാസ്തവത്തിലില്ലാത്തത് കൊണ്ട് അതിനെ ഒന്നും ബാധിക്കുന്നില്ല. ഈ വകതിരിവ്
നിരന്തര അഭ്യാസം കൊണ്ട് സാധിക്കണം. അതൊരു വശത്ത് നടക്കട്ടെ. അപ്പൊ കർമ്മങ്ങൾ തെറ്റല്ല എന്ന് പറയുക. കർമ്മങ്ങളൊക്കെ നടന്നോട്ടെ. കർമ്മത്തിൽ എന്താ അപകടം? കർമ്മത്തിൽ രണ്ട് ദോഷങ്ങളാണുള്ളത്, അപകടങ്ങളാണുള്ളത്. ഒന്നാമത്തത് ഭോക്തൃത്വ ബുദ്ധി. അതെങ്ങനെയാ നിരാകരിക്കേണ്ടത്? ഭഗവത് പ്രസാദം എന്ന ചിന്തയിൽ സകല ഫലാനുഭവങ്ങളെയും സ്വീകരിച്ചാൽ ഭോക്തൃത്വ ബുദ്ധി ജയിക്കാം. ലോകസംഗ്രഹം എന്ന ആവേശം, എന്നെ ഞാനാക്കി തീർത്ത പ്രപഞ്ചത്തിന്റെ സുസ്ഥിതിക്ക് വേണ്ടി ഞാൻ യത്നിക്കും എന്ന ഒരു നന്ദിയും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ ഭോക്തൃത്വ ബുദ്ധിയെ ജയിക്കാം. ഒരമ്മയ്ക്ക് തോന്നുന്ന മനോഭാവം എന്ത് ചെയ്യുമ്പോഴും കുട്ടികൾക്ക്, കുടുംബത്തിന് എന്ന് അമ്മ ചിന്തിക്കുന്നത് പോലെ കുടുംബത്തിരി വലുതാക്കി ലോകം മുഴുവൻ എന്ന് കണ്ടാൽ മതി. അപ്പൊ ഫല ആസക്തി ജയിക്കാൻ സാധിക്കുന്നു. ഭോക്തൃത്വ ബുദ്ധിയെ ജയിക്കാൻ സാധിക്കുന്നു. യുക്ത കർമ്മഫലം തെക്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം. ശരീരേന്ദ്രിയ മനോബുദ്ധികളുടെ ആവേശങ്ങളെ വിവേകം കൊണ്ട് നിയന്ത്രിക്കാൻ സാധിച്ച യുക്തൻ ഇതിലൊന്നും ഉടക്കണേ ഇല്ല എന്ന് പറയാം. അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. കാമമാണ് നമ്മെ സ്വാധീനിക്കുന്നതെങ്കിൽ, കാമമാകുന്നു നമ്മുടെ ചെയ്തികളുടെ മുഴുവൻ പിറകിലുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എങ്കിൽ, ഫലത്തിൽ ആസക്തനായിട്ട് ബന്ധനസ്ഥനായി നശിക്കാൻ ഇടവരും എന്നാണ്. ഇതാണ് അപകടം. അതിന്ന് ജയിക്കാൻ സാധിക്കണം. അപ്പൊ ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഭഗവാന്റെ ഭൃത്യൻ എന്നുള്ള നിലയിൽ വർത്തിക്കുമ്പോൾ ഭോക്തൃത്വ ബുദ്ധി ജയിക്കാൻ സാധിക്കും. പിന്നെയോ ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തെ ഭഗവാൻ പറഞ്ഞിട്ട്, ഞാൻ ചെയ്തു കഴിഞ്ഞു അർജുന, നീ വെറും നിമിത്തമാണ്, ഓർമ്മയുണ്ടാവണം എന്ന്. ആ ഓർമ്മ ദിവസവും പുലർത്തുക. അതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വന്നില്ലെങ്കിലോ? ഒരാചാര്യൻ പറഞ്ഞത് കിടക്കാൻ നേരത്ത് ഓർമ്മിച്ചാൽ മതി. ഞാൻ ഇന്ന് ചെയ്ത കർമ്മങ്ങളൊക്കെ ഭഗവാനെ അങ്ങാണ് ചെയ്തത്, എന്നിലൂടെ എനിക്ക് ഒന്നും ചെയ്യാൻ വാസ്തവത്തിൽ കഴിവില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് സമർപ്പിക്കുക. ഇങ്ങനെ കർത്തൃത്വ ബുദ്ധിയെ ജയിക്കാൻ സാധിക്കും. പ്രകൃതിക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ ഗുണാഹ ഗുണേഷു വർത്തന്തേ ഇതി മത്വ ന സജ്ജതേ. ത്രിഗുണങ്ങളോട് പ്രവർത്തിക്കണം. ലോകം മുഴുവൻ ത്രിഗുണങ്ങളാണ്. അതിങ്ങനെ പ്രവർത്തിക്കണം. ഞാനൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ഭഗവാനിൽ സമർപ്പിച്ച് ആ ഒരു ഭാവത്തെ നേടിയെടുക്കാൻ ഉത്സാഹിക്കേണ്ടതുണ്ട്. ഭഗവാൻ വൈശാദ്യേക്ഷയാ അസംഗശതയാ ഛിന്ന സംശയ പ്രതിബുദ്ധ ഇവ സ്വപ്നാത് നാനാത്വാത് വിനിവർത്തതേ എന്നാണ് ഉപദേശിച്ചിരിക്കുന്നത്. ഈ ഒരു തത്വബോധ്യത്തിന് വേണ്ടി, നിഷ്ഠയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് സാധിക്കണം അർജുന. ഈ കാഴ്ചപ്പാടിനെ കുറിച്ച് ഭഗവാൻ നേരത്തെ വർണ്ണിച്ചിട്ടുണ്ട്. ഗുരു സവിധത്തിൽ നിന്ന് നേടുന്ന ഒരു പ്രത്യേക കാഴ്ച, അഖണ്ഡ ജ്ഞാനം, മുറിവില്ലാത്ത ജ്ഞാനവൃത്തിയെ സ്വന്തമാക്കണം. ആ കണ്ണുകൊണ്ട് കാണുമ്പോൾ ബന്ധനം ഇല്ലേ ഇല്ല. അഖണ്ഡാകാര വൃത്തി, ജ്ഞാനവൃത്തി. ഇത് ആചാര്യ അനുഗ്രഹം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. ഇപ്പൊ കർമ്മയോഗം കൊണ്ട് സമബുദ്ധിയെ നേടിയെടുത്ത്, അഥവാ ഭഗവത് ആരാധന കൊണ്ട് രാഗദ്വേഷങ്ങളെ ജയിച്ച് വൈരാഗ്യഭക്തി നേടിയെടുത്തിട്ട് ശാസ്ത്രാചാര്യ പ്രസാദം കൊണ്ട് പ്രത്യേക കാഴ്ചപ്പാട്. അങ്ങനെ വന്നു കഴിഞ്ഞാലോ പിന്നെ ബന്ധമില്ല, മുക്തിയും ഇല്ല എന്ന് പറയും. തുടർന്ന് ഭഗവാൻ നിശ്ചല ഭക്തി നേടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉദ്ധവർ ചോദിക്കുന്നുണ്ട്, നിശ്ചല ഭക്തിക്കുള്ള ഉപായം എന്താണ്? അതിൻ്റെ വിശദീകരണമാണ് പുരോഗമിക്കുന്നത്. ഇത് പുതുമയാർന്ന ഒരു പാഠമൊന്നുമല്ല. പല ആഖ്യാനങ്ങളിലൂടെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉദ്ധവോപദേശ ഭാഗത്ത് സംഗ്രഹിക്കുകയാണ്. ഇപ്പൊ 2 പക്ഷിയുടെ ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. ഭഗവത്ഗീത 15-ാം അധ്യായത്തില് 3 പുരുഷന്മാരുടെ ചിത്രം വർണ്ണിക്കുന്നുണ്ട്.
ക്ഷേത്രജ്ഞനെക്കുറിച്ചും സർവക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞൻ ഏകനാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഉപയോഗിച്ച് ധ്യാനിക്കൂ. കർമ്മങ്ങളെ മുഴുവൻ കർമ്മയോഗമാക്കി മാറ്റൂ. ഇതൊന്നും ചെയ്യാതെ ശ്രവണം മാത്രമാവുമ്പോ അത് ശ്രവണമല്ല, പിന്നെയോ അതൊരു തരം ലഹരിയായി, അതിന് നമ്മൾ അഡിക്റ്റഡായി പോയി എന്നേ ഉള്ളൂ. ശ്രവണം തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷെ ശ്രവണത്തിനനുസരിച്ച് ശുദ്ധിയും ഏകാഗ്രതയും വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഉത്സാഹവും വേണം. 15-ാം അധ്യായം എന്തിനാണ് ഉപദേശിക്കുന്നത് എന്ന ചോദ്യത്തിന് ഭാഷ്യകാരൻ ഉത്തരം പറയുന്നത് വൈരാഗ്യ സംവർദ്ധനത്തിന് വേണ്ടിയാണ്. എങ്ങനെയാ വൈരാഗ്യ സംവർദ്ധനത്തിന് വേണ്ടി 15-ാം അധ്യായം ഉപദേശിച്ചത്? ഒരു വൃക്ഷമായിട്ട് പ്രപഞ്ചത്തെ കൽപ്പിച്ചുകൊണ്ടാണ്. എന്നിട്ട് ഭഗവാൻ പറയണു, ഈ വൃക്ഷത്തെ ഛേദിക്കണം. അസംഗശസ്ത്രേണ ദൃഢേന ഛിത്വാ. ഛേദിക്കേണ്ടത് വൃക്ഷത്തെ മൊത്തമൊന്നുമല്ല, ഉപവേരുകളെയാണ്. സാങ്കേതികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, ലോകവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത്, ലോകത്തിൽ വ്യവഹരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് മാലിന്യങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടുന്നുണ്ട്. അത് വർദ്ധിച്ചു വരുന്നു. അതിനെ ഛേദിക്കണം. അതിനെ ഛേദിക്കാനുള്ള വഴി അസംഗശസ്ത്രമാണ്. അസംഗശസ്ത്രേണ ദൃഢേന ഛിത്വാ. മുറിച്ചിട്ട് മിണ്ടാതിരിക്കരുത്. പിന്നെയോ തതഃപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ. ആ പരമപദത്തെ സമാശ്രയിക്കണം. ഈ വൃക്ഷത്തെ മുറിക്കാനുള്ള ഉപദേശമാണ് കർമ്മയോഗോപദേശം. വൃക്ഷത്തെ മുറിക്കേണ്ടത് കർമ്മയോഗം ചെയ്തിട്ടാണ്. ഒപ്പം തന്നെ എന്ത് ചെയ്യണം? ശാസ്ത്രശ്രവണം നടത്തിയിട്ട് ആ പരമപുരുഷനെ ആശ്രയിച്ചോളണം. എങ്ങനെയാണ് പരമപുരുഷനെ ആശ്രയിക്കേണ്ടത്? പലരും മന്ത്രോപദേശമൊക്കെ ചോദിക്കും. മന്ത്രമൊന്നും തേടി എവിടെയും പോണ്ട. ഇവിടെ തന്നെ ഒരു മന്ത്രം പറഞ്ഞിട്ടുണ്ട് 15-ാം അധ്യായത്തിൽ. എന്താ മന്ത്രം? തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യതഃ പ്രവൃത്തി പ്രസദാ പുരാണി. ആ പരമപുരുഷനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന് ധ്യാനവേളയിലൊക്കെ ചിന്തിക്കാം. അവിടെ കർമ്മത്തിനിടയിൽ വീണ് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ധ്യാനിക്കാം. തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ. നിർത്തുകയാണ്. യതഃ പ്രവൃത്തി പ്രസൃതാ പുരാണി. ആ പരമപുരുഷനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന് സമർപ്പിക്കാം. ഒരു വശത്ത് കർമ്മയോഗം, മറുവശത്ത് ഈ ധ്യാനം. സ്വാമിയുടെ വാച്ചാണ് നോക്കിയത്. ഇവിടുത്തെ വാച്ചിൽ ഇത്തിരി ഓക്കെ. ഇങ്ങനെ സാധിക്കട്ടെ. ചിന്തനം, ശ്രവണം ഇതേപോലെ പുരോഗമിക്കട്ടെ. ഏത് ശ്രവിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്പാർക്ക് മിന്നി കിട്ടുക എന്നറിയില്ല. നിരന്തരം ശ്രവിച്ചുകൊണ്ടിരിക്കുക. ഒപ്പം തന്നെ സമബുദ്ധി ഉറപ്പുവരുത്തുക. ഇങ്ങനെ ശ്രേയസിൻ്റെ പാതയിലേക്ക് പുരോഗമിക്കാം. നിശ്ചല ഭക്തിയുടെ അനുഗ്രഹത്തിന് നമുക്ക് എവർക്കും പാത്രീഭൂതരാവാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുധ്യാനം ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.